എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന്, അതായത് ഇന്ത്യൻ പൗരന്മാർക്ക് അമേരിക്കയിൽ വിസ ഓൺ അറൈവൽ പ്രോഗ്രാമിൽ കളമൊരുങ്ങുന്നു. വിസ വേവർ പ്രോഗ്രാമിലൂടെ ഇന്ത്യക്കാർക്ക് ഈ ഒരു സൗകര്യം നൽകണമെന്നുള്ളൊരു ചർച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയിലും അമേരിക്കയിലെ ചില മാധ്യമങ്ങളും ഇപ്പോൾ ചർച്ചയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഏകദേശം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഒപ്പുവെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള 2.5 ലക്ഷത്തോളം വരുന്ന ഇല്ലീഗൽ മൈഗ്രൻസിനെ അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നുള്ള കാര്യമാണ്. അതിലൂടെ നടപടി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ 2.5 ലക്ഷം ഇല്ലീഗൽ മൈഗ്രൻസിൽ ഏകദേശം 20,000-ഓളം ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ ഈ ഇന്ത്യക്കാരെ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്ത് ഇവിടത്തേക്ക് കൊണ്ടുവരേണ്ട എല്ലാ ചെലവുകളും ഇന്ത്യൻ സർക്കാർ വഹിച്ചോളാമെന്ന് ഇന്ത്യൻ ഗവൺമെൻറ് അമേരിക്കൻ ഗവൺമെൻറ്റിനെ അറിയിച്ചു. അപ്പോൾ ഏകദേശം ഈ 2.5 ലക്ഷത്തോളം വരുന്ന ഇല്ലീഗൽ മൈഗ്രൻസിന് ഏകദേശം 100-120 രാജ്യത്തോളം ഉള്ള ആൾക്കാരാണ്. വേറെ ഒരു രാജ്യവും അമേരിക്കയോട് ഇത് പറഞ്ഞില്ല. അതായത് അവരെ അവരുടെ നാട്ടിലോട്ട് കൊണ്ടുവരാനുള്ള എല്ലാ ചെലവും ഞങ്ങൾ വഹിച്ചോളാം എന്ന് വേറെ ഒരു രാജ്യവും പറഞ്ഞില്ല. ഇന്ത്യ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഈ ഒരു വിഷയം റിപ്പബ്ലിക്കൻ പാർട്ടിനകത്ത് നന്നായിട്ട് ചർച്ചയായിട്ടുണ്ട്. അവരുടെ സർക്കിളിൽ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലുണ്ടല്ലോ ഒരുപാട് ഇന്ത്യൻ ഒറിജിൻസ് ഉണ്ട്. അപ്പോൾ അവർക്കും താല്പര്യമുണ്ട് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം, ഈ 2017 തൊട്ട് 2021 വരെ ഒന്നാം ട്രംപിൻ്റെ ഭരണം ഉണ്ടാകുമ്പോഴേ ആ സമയത്തെ മോദി സർക്കാർ ട്രംപിൻ്റെ അടുത്ത് ഈ കാര്യം സംസാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ഇപ്പോൾ അതിനുശേഷമാണ് ഹൂസ്റ്റണിൽ ഹൗഡി മോഡി ഇതിലൊക്കെ നരേന്ദ്രമോദി ട്രംപിന് വേണ്ടി പ്രചാരണത്തിൽ പോയി. അദ്ദേഹം ഇലക്ഷനിൽ തോറ്റു എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്തെ ഒരു വിദേശത്തെ ഒരു ഇലക്ഷനിൽ അവിടെ പോയിട്ട് ഒരാൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നതും. ഇത്തവണ ഇന്ത്യൻ ഒറിജിൻസിനെ ഒരുപാട് ട്രംപിന് വോട്ട് ചെയ്തു. അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി അമേരിക്കൻ ഗവൺമെൻറ്, അതായത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കാണുന്നുണ്ട് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഏഷ്യയിൽ നിന്ന് 3 രാജ്യങ്ങളാണ് ഇതിനുവേണ്ടി കാണുന്നത്. ഒന്ന് UAE, ഒന്ന് സൗദി, ഒന്ന് ഇന്ത്യ. ഈ 3 രാജ്യങ്ങളെയാണ് വിസ ഓൺ അറൈവൽ പ്രോഗ്രാമിലേക്ക് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം, 2024 സെപ്റ്റംബർ മാസം ഖത്തറിനെ ഈ വിസ വേവർ പ്രോഗ്രാമിലൂടെ ഖത്തർ പൗരന്മാർക്ക് വിസ ഓൺ പ്രോഗ്രാം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അനുവദിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത പ്രകാരം ഈ ഖത്തറിനെ വിസ ഓൺ അറൈവൽ പ്രോഗ്രാമിൽ നിന്ന് എടുത്തു കളയാനാണ് ട്രംപിൻ്റെ തീരുമാനം. അത് അദ്ദേഹം പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖത്തറിനെ തീവ്രവാദികളായിട്ടോ മിലിറ്റൻസായിട്ടോ അവരെങ്ങനെ ഡീൽ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ട്രംപിൻ്റെ ഒരു സ്ട്രാറ്റജി വെച്ച് നോക്കുകയാണെങ്കിൽ ഖത്തറിനെ ഈ പ്രോഗ്രാമിൽ നിന്ന് എടുത്ത് കളയാനാണ് സാധ്യത. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ പ്രോഗ്രാം കിട്ടുവാണെങ്കിൽ അത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒരു മികച്ച കുതിച്ചുചാട്ടമായിരിക്കും. നമുക്കറിയാം, ഏതൊരു പൗരൻ്റെയും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ മതി, ഏതൊരു പൗരൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അമേരിക്ക സന്ദർശിക്കണം, അമേരിക്ക വിസിറ്റ് ചെയ്യണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണണം എന്നില്ല. അത് ചിലപ്പോൾ സഫലീകരിക്കാനാണ് സാധ്യത. ഇത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഇടയിൽ നന്നായിട്ട് ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ 2025 അല്ലെങ്കിൽ 2026 ചിലപ്പോൾ ഇത് നടക്കാനുള്ള സാധ്യതയുണ്ട്. 1-2 പോസിബിലിറ്റീസ് ഇപ്പോൾ ഡിസ്കഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിസ വേവർ പ്രോഗ്രാമിലൂടെ ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ കൊടുക്കുക, അതൊന്ന്. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1-2 വർഷത്തേക്ക് ഇന്ത്യക്കാർക്ക് അവിടെ ചെന്ന് ജോലി ചെയ്ത് തിരിച്ചു വരാം. അതായത് സിറ്റിസൺഷിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ബെനിഫിറ്റ്സോ ഒന്നും കിട്ടില്ല, പക്ഷെ അവിടെ ചെല്ലാം, ജോലി ചെയ്യാം, 2 വർഷം ജോലി ചെയ്യാം, തിരിച്ചു വരാം. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, ഈ അമേരിക്കൻ വിസ കിട്ടാൻ ഭയങ്കര പാടാണ്. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അവിടെ. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഫോർമാലിറ്റീസ്. നമ്മുടെ ഇൻകം ടാക്സ് ഇതൊക്കെ പക്കയായിരിക്കണം. എല്ലാം പക്കയായാൽ മാത്രമേ അത് കിട്ടൂ. അപ്പോൾ ഇതിൻ്റെ ഈ നൂലാമാലകൾ, ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്, ഇതിൻ്റെ ആ ഫോർമാലിറ്റീസ് ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ചിലപ്പോൾ അത് നോർമലൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് വിസ ഓൺ അറൈവൽ നടന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും. അതായത് ഇന്ത്യക്കാർ വിസ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ നൂലാമാലകൾ ഒന്ന് നോർമലൈസ് ചെയ്ത് കൊടുക്കുക. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അമേരിക്ക ചെല്ലാൻ പറ്റും. അവിടെ 1-2 വർഷം വർക്ക് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ല രീതിയിൽ ചൂട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, മോദി ലക്ഷ്യം വെക്കുന്ന മറ്റൊരു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വെയിറ്റേജ് ഏകദേശം 82 ആണെന്ന് തോന്നുന്നു, 80 or 82, ഐ ഡോണ്ട് നോ കറക്റ്റ്. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കുകയാണ്, വിസ ഓൺ അറൈവൽ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റേജ് ഏകദേശം 9ാം സ്ഥാനത്തേക്ക് വരും. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം, ഈ അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഏകദേശം 120ഓളം രാജ്യങ്ങളിൽ പിന്നെ വിസ ഓൺ അറൈവലിൽ ഞങ്ങൾക്ക് ചെല്ലാം. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഷെങ്കൻ വിസ പോലും എടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം 120ഓളം രാജ്യങ്ങളിൽ ഈ അമേരിക്കൻ വിസ നിങ്ങളുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെല്ലാം.
അവിടെ നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ കിട്ടും. അത് ആ വെയിറ്റേജ് ഉണ്ടല്ലേ, ആ വെയിറ്റേജ് 9ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് മോദി ട്രംപിൻ്റെ അടുത്ത് ഈ കാര്യം സംസാരിച്ചതും. അതായത് എന്ത് തന്നെയായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ട്രംപിൻ്റെ ഈ ടേമിൽ ഈ ഒരു കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഇന്ത്യക്കാർക്ക് ഇത് കൊടുക്കാനുള്ള ഒരാഗ്രഹമുണ്ട്. അവരുടെ ഈ ടേമിലെങ്കിൽ അത് നടത്തി കൊടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ UAE-യും സൗദിയും. അപ്പോൾ നമുക്കറിയാം ഈ ഖത്തറിന് എങ്ങനെയാണെന്നറിയോ ഈ ഇത് കിട്ടിയത്. ഈ ഖത്തർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൗരന്മാർക്ക് വേണ്ടി ഏതറ്റം വരെ എന്തും ചെയ്യാൻ വേണ്ടി അവർ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ദീർഘകാലത്തെ 2 ആഗ്രഹങ്ങളായിരുന്നു. ഒന്ന് അമേരിക്കയിൽ വിസ ഓൺ അറൈവൽ, അത് കിട്ടി. രണ്ടാമത്തേത് ഷെങ്കൻ കൺട്രീസിലും വിസ ഓൺ അറൈവൽ. അതിനുവേണ്ടി അവർ കോടികൾ പൊട്ടിച്ചിരുന്നു. യൂറോപ്യൻ പാർലമെൻറ്റിൽ അവർ കോഴ കൊടുത്തിരുന്നു, കോടികൾ. അത് പിന്നെ പിടിക്കപ്പെട്ടു, അത് പിന്നെ ഇഷ്യൂ ആയി. അപ്പോൾ അത് പിന്നെ ഇപ്പോൾ ഹോൾഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ വെയിറ്റേജ് കൂടും. അപ്പോൾ ഇന്ത്യക്കാർക്ക് പല ഷെങ്കൻ കൺട്രീസിലും വിസ ഇല്ലാതെ ചെല്ലാൻ പറ്റും. ഇത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വികസനത്തിൻ്റെ ഒരു വൻ കുതിപ്പായിരിക്കും. ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു കുതിപ്പായിരിക്കും ഇത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഒരു കാര്യം ഉറപ്പിക്കാം, ഇവിടുന്ന് ഇത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ, ഈ സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ സുഡാപ്പികളൊക്കെ അത് യൂട്ടിലൈസ് ചെയ്യും, അവിടെ ചെല്ലും, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, പിന്നെ മൊത്തം കൊളാക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും വലിയ ശത്രുവാണ് അമേരിക്ക. ഇവിടുത്തെ സുഡാപ്പികൾക്ക് നേരിട്ട് അമേരിക്കയിൽ ചെന്നിട്ട് പ്രശ്നമാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഭയങ്കര നൂലാമലയാണ്. അമേരിക്കക്ക് സാധാരണക്കാർക്കൊന്നും ചെല്ലാൻ പറ്റില്ല. അത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ആ വിസ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഞാനൊക്കെ ഏകദേശം 2 വർഷം അവിടെ വർക്ക് ചെയ്തിരുന്നു. 2014 തൊട്ട് 2016 വരെ ഞാൻ അവിടെ വർക്ക് ചെയ്തതാണ്. H1B വിസ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്കറിയാം അവിടെ ചെല്ലാനുള്ള നൂലാമാലകൾ എന്തൊക്കെയാണെന്നില്ലേ. അപ്പോൾ ഇവിടുത്തെ സുഡാപ്പികളൊക്കെ ഈ സൗകര്യങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വിസ കൊടുക്കുമ്പോൾ അവർ നന്നായിട്ട് മോണിറ്റർ ചെയ്യും. ആർക്കൊക്കെ കൊടുക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എന്താ പറയുക, അത്രയുള്ള ഫെസിലിറ്റി അവർക്കുണ്ട്. അപ്പോൾ എന്ത് തന്നെയാലും ഈ ഒരു സൗകര്യം, അതായത് 3 ഓപ്ഷനായിരിക്കും വരാൻ പോകുന്നത്. ഒന്ന് വിസ ഓൺ അറൈവൽ, രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 വർഷം അവിടെ നിന്ന് ജോലി ചെയ്ത് തിരിച്ചിങ്ങോട്ട് തന്നെ വരാം. പിന്നെ മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വിസ, അമേരിക്കൻ വിസ അപ്ലൈ ചെയ്യാനുള്ള കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ നൂലാമാലകൾ, ഫോർമാലിറ്റീസ് ഒന്ന് നോർമലൈസ് ചെയ്യുക, പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാക്കുക. ഈ 3 ഓപ്ഷനാണ് ഇവരുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുന്നിലുള്ളതും ഇന്ത്യൻ ഗവൺമെൻറ് ഇവരുടെ മുന്നിൽ വച്ചതും. റിപ്പബ്ലിക്കൻ പാർട്ടി ഇംപ്രസ് ചെയ്യിപ്പിച്ചെന്താണെന്ന് പറയുക, ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് എല്ലാ സ്ഥലത്തും ഇന്ത്യൻ ഒറിജിൻസ് നന്നായിട്ട് മാസീവായിട്ട്, അതായത് ഇന്ത്യൻ ഒറിജിൻസിന് 95% വോട്ടേഴ്സും വോട്ട് ചെയ്ത് ട്രംപിനായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി അവർ, അതായത് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ശരിക്കും ഇമ്പ്രസ്ഡ് ആയി. അത് ഒരു ഭയങ്കര ഒരു ഫാക്ടറാണ്. ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പറഞ്ഞു കേട്ടോ, ചില സുഡാപ്പി മാധ്യമങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഏകദേശം 20,000-ഓളം ഇല്ലീഗൽ മൈഗ്രൻസ് അവിടെ US-ലുണ്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ, കേരളത്തിലെ സുഡാപ്പി മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് വെച്ചാൽ ഈ 20,000 പേരും ഗുജറാത്തികളാണ്. അതുകൊണ്ടാണ് മോദിക്ക് ഇത്ര ശുഷ്കാന്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഭയങ്കര ശുഷ്കാന്തി എന്ന് പറയാനുള്ള കാരണം അതാണ്. പക്ഷേ അങ്ങനെയല്ല, കേരളത്തിലുള്ള മലയാളികളായ സുഡാപ്പികൾ അടക്കമുണ്ട് അവിടെ ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട്. അവിടെ ഗുജറാത്തികൾ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ കൂടുതലും ഗുജറാത്തികളാണെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലുള്ള ആൾക്കാരും അവിടെ ഉണ്ട് ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്ന ആ 20,000 പേരും ഗുജറാത്തികളാണെന്ന്. അങ്ങനെയല്ല, കുറച്ച് ആൾക്കാർ ഗുജറാത്തികളുണ്ട്, പിന്നെ മലയാളികളും ഇഷ്ടക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാവും പോകുന്ന പ്രശ്നം എന്താ പറയുക, ആദ്യം പറഞ്ഞാൽ ഒരുപാട് സുഡാപ്പികളൊക്കെ ഇങ്ങനെ വിസ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലും, അവിടെ പ്രശ്നങ്ങളുണ്ടാക്കും, പിന്നെ മൊത്തം കൊളാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടുത്തെ ചവർ യൂട്യൂബേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കയറി ചെല്ലാം. നമുക്കറിയാം, ഇവിടെ തന്നെ മുംബൈ ടു ന്യൂയോർക്ക് 60,000 രൂപയൊക്കെ ചില സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റുള്ളൂ. 1,20,000 രൂപയുടെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ചാർജ് മാത്രം മതി. നമുക്ക് അവിടെ ചെന്നിട്ട് കറങ്ങിയിട്ട് 2 ദിവസം കറങ്ങിയിട്ട് തിരിച്ചു വരാം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പൊളിയായിരിക്കും. ഇന്ത്യയുടെ തലവരം മാറാൻ പോകുന്ന ഒരു പരിപാടിയായിരിക്കും അത്. എന്തിനാലും നമുക്ക് കാത്തിരിക്കാം. ഈ 3 കാര്യങ്ങളിൽ ഒരു കാര്യമെങ്കിലും സഫലീകരിക്കട്ടെ എന്ന് ആശംസിക്കാം, എന്ന് ആഗ്രഹിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.